രാഷ്ട്രീയ നാടകം എന്നല്ലാതെ ഇന്നത്തെ ദിവസത്തെ സംഭവ വികാസങ്ങളെ വിശേഷിപ്പിക്കാനേ കഴിയുകയില്ല. ഇതെവിടെ നിന്ന് വരുന്നു എന്നുള്ളൊരു കൗതുകമാണ്. പക്ഷേ എന്താണ് ഇതിന്റെ ഒരു തുടർച്ച, എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച ഒരു ക്ലാരിറ്റി ഉള്ള വിശദീകരണം. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ഇന്നലെ ആന്റണി രാജുവിന് അയോഗ്യനായ ദിവസമാണ്. ഇന്ന് കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ക്യാമ്പ് വയനാട്ടിൽ തുടങ്ങുന്ന ഒരു ദിവസമാണ്. ഏതായാലും അത് ഒരു പശ്ചാത്തലം. ഇന്നിപ്പോൾ 2 രേഖകളാണ് വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ആദ്യം വന്ന രേഖ വി ഡി സതീശന് എതിരെ ഒരു CBI ഇൻവെസ്റ്റിഗേഷൻ ശുപാർശ ചെയ്തുകൊണ്ട് വിജിലൻസ് നൽകിയ ശുപാർശ കത്തിൻ്റെ പകർപ്പാണ് പുറത്തു വന്നത്. അപ്പോൾ അതിൻ്റെ ആധാരമെന്ന് പറയുന്നത് ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വി ഡി സതീശനെതിരെ ഒരു പരാതി വരുന്നു. അതിൽ വിജിലൻസിൻ്റെ പ്രാഥമിക അന്വേഷണം നടക്കുന്നു. അത് കുറച്ച് തടസ്സങ്ങളൊക്കെ അതിജീവിച്ച് ആ പരിശോധന പൂർത്തിയാക്കി പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി നൽകിയ ഫൈനൽ റിപ്പോർട്ടിനൊപ്പമാണ് ഈ CBI അന്വേഷണ ശുപാർശ കൂടി വിജിലൻസ് വെച്ചിരിക്കുന്നത്. അതിൽ 3 കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ് CBI പറയുന്നത്. അതിൽ CBI അന്വേഷിക്കണമെന്ന് വിജിലൻസ് പറയുന്നത്. ഒന്ന്, വി ഡി സതീശൻ UK-യിൽ പോയ രീതി. അത് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി തേടിയത് സ്വകാര്യ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ പോയിരിക്കുന്നത് മണപ്പാട്ട് ഗ്രൂപ്പിൻ്റെ എടുത്തുകൊടുത്ത എയർ ടിക്കറ്റിലാണ്. അവർ ഹോസ്റ്റ് ചെയ്ത പരിപാടിയിലാണ് അവിടെ പങ്കെടുത്തിരിക്കുന്നത്. അവിടെ ഫണ്ടിന് വേണ്ടി ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുണ്ട്. അത് FCRA ചട്ടങ്ങളുടെ ലംഘനമാണോ എന്നുള്ളത് ആ യാത്രാ കാര്യങ്ങൾ അന്വേഷിക്കണം. അതിനൊപ്പം തന്നെ ഈ ഫണ്ട് വന്നിരിക്കുന്നത് ഈ പുനർജനിക്ക് വേണ്ടി മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന പേരിലൊരു ഫൗണ്ടേഷൻ രൂപീകരിച്ച ശേഷം അവിടെ നിന്ന് UK-യിൽ നിന്ന് ബിഡ്ലാൻഡ് ഇന്റർനാഷണൽ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു NGO വഴിയാണ് 22,500 പൗണ്ട് ഇങ്ങോട്ട് അയച്ച് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൽ FCRA ചട്ടലംഘനം ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം. ഈ കാര്യങ്ങൾ അതിനൊപ്പം തന്നെ ആ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നതിന് ഒപ്പം തന്നെ ഈ അക്കൗണ്ടിലേക്ക്, അത് കേരളത്തിലൊരു അക്കൗണ്ടിലേക്ക് ഇതിൻ്റെ ട്രാൻസ്ഫർ ചെയ്തതും അത് ഉപയോഗിച്ച രീതിയും അന്വേഷിക്കണം എന്നുള്ള കാര്യം. പിന്നുള്ളത് നിയമസഭയുടെ ചട്ടപ്രകാരം നിയമസഭാ സാമാജികൻ എന്ന പേരിൽ ഒരു ചട്ടലംഘനം നടത്തിയിട്ടുണ്ടെന്ന് സ്പീക്കർക്ക് അന്വേഷിക്കാനുള്ള ശുപാർശ നൽകണമെന്നുള്ളതാണ് അതിലെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത് കൊടുത്തിട്ട് 11 മാസമായി. ഇതോടെ കൂടി വിജിലൻസിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ വിജിലൻസ് പറയുന്നത് ഈ FCRA ചട്ടലംഘനം കണ്ടെത്തി കഴിഞ്ഞാൽ, ഉണ്ട് എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ ആ FCRA ചട്ടപ്രകാരം തന്നെ അത് കേന്ദ്ര ഏജൻസി CBI അന്വേഷിക്കണമെന്ന് FCRA ചട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്. അത് പ്രകാരം 2010 സെക്ഷൻ 3(2)A പ്രകാരമുള്ള ശുപാർശയാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു CBI എൻക്വയറിക്ക് ശുപാർശ നൽകി കഴിഞ്ഞാൽ പിന്നീട് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ അഴിമതി ചട്ടലംഘനം ഉണ്ടെങ്കിൽ പ്രത്യേകം ചാർജ് ഇവിടെ വിജിലൻസ് ഇടുന്ന പതിവില്ല എന്നാണ് വിജിലൻസ് നൽകുന്ന വിശദീകരണം. അഴിമതി കൂടി അന്വേഷിക്കാൻ പറ്റുന്ന ഏജൻസിയാണ് CBI. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ആ കേസ് CBIക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് 11 മാസമായിട്ടും ഗവൺമെൻറ് ഇതിനകത്ത് ഒരു CBI അന്വേഷണത്തിൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ വന്ന ഒരു CBI അന്വേഷണ ശുപാർശ എന്ന് പറയുന്നത് ഒരു വജ്രായുധമാണ്. എന്തുകൊണ്ട് ഈ വജ്രായുധം ഗവൺമെന്റ് 11 മാസം ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് അതിനകത്ത്. അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ക്യാബിനറ്റിലും ഈ ഒരു ശുപാർശ ചർച്ചയ്ക്ക് വന്നതായിട്ട് അറിയില്ല. അതെ. പിന്നെ രണ്ടാമത് വന്നിരിക്കുന്നത് DIG കാർത്തിക് 2025 സെപ്റ്റംബർ മാസം ഹോം സെക്രട്ടറിക്ക് അയച്ചിരിക്കുന്ന ഒരു കത്താണ്. അതായത് സ്പീക്കർക്ക് സ്പീക്കർ അന്വേഷിക്കണമെന്ന ശുപാർശയിൽ സ്പീക്കർ സെക്രട്ടറിയോട് ചോദിച്ചതിന് വിശദീകരണം തീർച്ചയായിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും വിജിലൻസ് നൽകിയ CBI ശുപാർശ, അതുപോലെ തന്നെ സ്പീക്കറുടെ നടപടി ശുപാർശ, ഈ രണ്ടുമായി ബന്ധപ്പെട്ട് സ്പീക്കറുടെ നടപടി ശുപാർശയിൽ ഒരു നടപടി ആരംഭിച്ചിട്ടുണ്ടാകണം. അതിന്റെ ഭാഗമായി സ്പീക്കർ ഹോം സെക്രട്ടറിക്ക് വി ഡി സതീശൻ MLA വ്യക്തിപരമായി വിദേശത്ത് നിന്ന് ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ വി ഡി സതീശന്റെ അക്കൗണ്ടിലേക്ക് വിദേശ ഫണ്ട് വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള 3-4 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒരു വിവരാവകാശ നിയമപ്രകാരം ചോദിക്കുന്ന മാതിരി തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി അതിനുള്ള ഉത്തരങ്ങളാണ് DIG കാർത്തിക് നൽകിയിരിക്കുന്നത്. അപ്പോഴും ആ കത്തിൽ പറയുന്നുണ്ട് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫണ്ട് വിദേശത്ത് നിന്ന് വന്നിരിക്കുന്നത് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്കാണ്, വി ഡി സതീശന്റെ അക്കൗണ്ടിലേക്കല്ല. അതുകൊണ്ട് വി ഡി സതീശനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ അങ്ങനെ ഒരു കുറ്റം ചെയ്തതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സ്പീക്കർക്കാണ് മറുപടി നൽകുന്നത്. പക്ഷേ വിജിലൻസ് ഇപ്പോഴും നിൽക്കുന്നത് ഇതിനകത്ത് CBI അന്വേഷണത്തിനുള്ള സ്കോപ്പ് ഉണ്ട്, സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. വളരെയധികം നന്ദി.